ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം എനർജീസ് ആൻഡ് ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം. കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ദൈവത്തിനും പ്രപഞ്ചത്തിനും നന്ദി പറയുക. ഇന്ന് നല്ലൊരു ദിവസം തന്നതിന് നന്ദി. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ജസ്റ്റിസിൻ്റെ കാർഡാണ്. ഫസ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ്. അപ്പോൾ നീതി നിഷേധിക്കപ്പെട്ട ആർക്കോ നീതി കിട്ടുന്നു എന്നുള്ള എനർജിയാണ് ജസ്റ്റിസ്. ഇത് മേ ബി നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മ എൻഡ് ആവുന്നതായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഇപ്പോൾ കേസ്, കോടതി ഇതിലൊക്കെ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു കോടതി വിധിയൊക്കെ വരാനായിട്ട് സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ കോടതി കേസുകളിൽ ചിലർ പെടാനും സാധ്യതയുണ്ട്. അതായത് നീതി നിഷേധിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമല്ല, നമ്മൾ ചെയ്തൊരു തെറ്റിന് നമുക്ക് നീതി നിഷേധിക്കപ്പെടാനും, നമ്മൾ കാരണം മറ്റുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടാനും, ചിലപ്പോൾ നമുക്ക് നീതി നിഷേധിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതിൻ്റെ രണ്ടിനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ദെൻ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ഒരു കർമ്മ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ജസ്റ്റിസിൻ്റെ കാർഡ് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും പെട്ട് നിൽക്കുകയാണ്, ഒരു നീതി നിഷേധം നടന്നു, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇത്രയും കാലം വെയിറ്റ് ചെയ്യായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് നീതി നടപ്പിലാകാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതാണ് ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് ഫൂൾ കാർഡാണ്. ഇത് ഒരു പുതിയ തുടക്കം എന്നാണ്. അത് ഈ ഫൂള് നോക്കുന്നത് ജസ്റ്റിസിലേക്കാണ്. അപ്പോൾ ഒരു കർമ്മിക് സിറ്റുവേഷൻ എൻഡായിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നാണ്. അതായത് നിങ്ങൾ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ എൻഡപ്പ് ആക്കിയിട്ട് നിങ്ങൾ ഒരു ഫ്രഷ് ബിഗിനിങ്ങിലേക്ക്, ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകുന്നതായിട്ടാണ് ഈ ഫൂൾ കാർഡ് പറയുന്നത്. ഇതൊരു യാത്രയുടെ കാർഡാണ്. മേ ബി ഒരു ഇന്നൊവേറ്റീവ് യാത്രയാകാം. പാസ്റ്റിലുള്ള നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ പാസ്റ്റിൻ്റെ എല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഒരു തീർത്ഥാടനമായിരിക്കാം, അല്ലെങ്കിൽ മനസ്സൊന്ന് റിഫ്രഷ്ഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു യാത്ര പോകുന്നതാകാം, ഒരു ട്രിപ്പാകാം, എന്തുമാകാം. നിങ്ങളുടെ യൂഷ്വൽ പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നതാണ് ഈ ഫുൾ കാർഡ്. ഒരു പുതിയ തുടക്കം എന്നാണ്. ഇതൊരു സ്പിരിച്വൽ ജേർണിയുടെ തുടക്കവുമാകാം. നിങ്ങൾ ശരിക്കും ഇന്നൊരു തീർത്ഥാടനം പോലെ ഒരു എവിടെയെങ്കിലും യാത്ര പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരു ചൂളമടിച്ച് ഒരു ഒന്നിനെയും കൂസലില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു എനർജി ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് കോൺഷ്യസ് ആയിരിക്കണം. അഡ്വഞ്ചറസ് ആയിട്ടുള്ള റിസ്കി ആയിട്ടുള്ള ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. ഓക്കെ, ഇത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നീതി നടപ്പിലാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ അവസാനിച്ചതിന് ശേഷം നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്ക്, ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് തിരിയുന്ന പോലെയും കാണുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യം ഇപ്പം എന്തെങ്കിലും ട്രോമാറ്റിക് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആളുകൾ ഫസ്റ്റ് കാണുന്ന വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഇത്. അതായത് ഒരു ബ്രേക്കപ്പിൽ ഇരിക്കുന്ന ആളുകളായിരിക്കാം, ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വിഷമിച്ചാണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന വീഡിയോസ്, ഷോർട്സ് എല്ലാം വിഷമിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഹാപ്പി മൂഡിലുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ വിഷമിച്ചിരുന്നപ്പോൾ ആദ്യമായിട്ട് വന്നൊരു ടാരോ റീഡിങ് ആയിരിക്കാം മേ ബി ഇത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് എൻഡ് ആകാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയുള്ളൊരു പുതിയ വഴിയായിട്ട് നിങ്ങൾ ടാരോയെ കാണുന്നത്, ഒരു പുതിയ തുടക്കം എന്നാണ് ഇത് കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫ്യൂച്ചറിലൊരു ടാരോ റീഡറൊക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ഫ്രഷ് ബിഗിനിങ് ആണ്, ഒരു പുതിയ സർക്കിൾ ആരംഭിക്കുന്നു എന്നാണ് കേട്ടോ. അതാണ് ഫുൾ കാർഡ് പറയുന്നത്. ദെൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം വരാൻ സാധ്യതയുണ്ട്. അതായത് കാത്തിരുന്ന പണം എന്നാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എനർജിയാണ് പണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് തിരിച്ചു തരാത്ത പണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് കൊടുത്തിട്ട് ആവശ്യം കഴിഞ്ഞിട്ടും തിരിച്ചു തരാത്ത പണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിട്ടി കിട്ടുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന പണമാണ്. നിങ്ങളുടെ പണം തന്നെയാണ് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിക്ഷേപിച്ചതോ ആയിട്ടുള്ള പണമാണ്. അത് നിങ്ങളിലേക്ക് ഇന്ന് വന്നു ചേരുന്നു എന്നാണ്. വെയിറ്റ് ചെയ്തിരുന്ന പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്.
നിങ്ങളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അതിന് അതിൻ്റേതായ സമയമുണ്ട്. ആ സമയം അവസാനിക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ആ സമയം എത്തുന്ന സമയത്ത് മാത്രമാണ് ആ കാര്യം സാധിക്കുകയുള്ളൂ. നമ്മൾ വെറുതെ കിടന്ന് തിക്ക് കൂട്ടിയിട്ട് ധൃതി വെച്ചിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഒരു സമയനിഷ്ഠ ഈ പ്രപഞ്ചത്തിനുണ്ട്. ഇപ്പോൾ ഒരു പൂവ് മരത്തിൽ നിന്നിട്ട് അതിൻ്റെ ഞെട്ടറ്റിട്ട് നിൽക്കുവാണെങ്കിൽ പോലും അത് ഭൂമിയിലേക്ക് വീഴണമെങ്കിൽ ഒരു കാറ്റ് വരണം, എന്നാൽ മാത്രമാണ് അത് വീഴുള്ളൂ. അപ്പോൾ ഞെട്ടറ്റ് പോകാനൊരു സമയം, കാറ്റടിക്കാനൊരു സമയം, അത് ഭൂമിയിലേക്ക് വീഴാനൊരു സമയം, അതിനെല്ലാം ഒരു സമയമുണ്ട്. അതിന് ആ സമയത്ത് മാത്രമേ അത് നടക്കുകയുള്ളൂ. ഇത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആ പ്രോസസ്സിൽ നിങ്ങൾ വിശ്വസിക്കുക. സ്ലോയിങ് ഡൗൺ ആണ്. നിങ്ങൾ കുറേ നാൾ കാത്തിരിക്കേണ്ടതിൻ്റെ കാരണം നിങ്ങൾക്ക് ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആ സമയം കൊണ്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിച്ച് അതിൽ നിന്നൊരു എനർജി റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പാഠം പഠിക്കാനോ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളായിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അക്കാര്യം ഇന്ന് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഇത് മേ ബി ഒരു ട്രസ്റ്റ് ഇഷ്യൂ മൂലം നിങ്ങളിൽ നിന്ന് അകന്നു പോയ ഒരു വ്യക്തിയായിരിക്കാൻ സാധ്യതയുണ്ട്. അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഗോൾഡോ, പെൻറ്റക്കിൾ എനർജി ആയതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഗോൾഡോ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേ ബി അതിന്ന് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. വാല്യുബിൾ തിങ്സ് തിരിച്ചു കിട്ടുന്നതാകാൻ സാധ്യതയുണ്ട്. 5 ഓഫ് സോർട്സ് ആണ്. ഇതൊരു തരം സ്വാർത്ഥതയാണ്. അതായത് മറ്റുള്ളവർ നമ്മളെ മുതലാക്കുന്നതാണ്. നമ്മുടെ വേദനകളെ അവരുപയോഗിക്കുക, നമ്മളെ വേദനിപ്പിച്ചിട്ട് അവർ ആനന്ദം കണ്ടെത്തുക, എന്ത് വില കൊടുത്തിട്ടും അവർ ജയിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ വേദനിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വാർത്ഥതയുടെ കാർഡാണ് ഈ 5 ഓഫ് സോർട്സ്. ഒരു തരം ചതിയാണ്, കോമ്പറ്റീഷനാണ്, ചലഞ്ചാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കോമ്പീറ്റ് ചെയ്യാൻ പോകണ്ട. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും നിന്ന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇവിടെ 5 ഓഫ് സോർട്സിൽ ഒന്നിലധികം ആളുകളുണ്ട്. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ നെയ്ബേഴ്സ് ആയിരിക്കാം, എന്തിനും നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ പോലും ആകാം. അവർ അവരുടെ സന്തോഷത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കുന്നതാകാം, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതോ ഹേർട്ട് ചെയ്യുന്നതോ ആകാം, ബോഡി ഷെയ്മിങ് ചെയ്യപ്പെടുന്നതാവാം, അല്ലെങ്കിൽ ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുന്നതോ ഒറ്റപ്പെടുത്തുന്നതോ ആകാം. പിന്നെ ഇവിടെ മോസ്റ്റ്ലി ഒരു ഒറ്റപ്പെടുത്തൽ തന്നെയാണ്. ഒറ്റപ്പെടുത്തൽ മീൻസ് പുറത്ത് അവർ പുറകിൽ നിന്നിട്ട് നമ്മുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്നത് തന്നെയാണ്. ബോഡി ഷേമിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളവരെ കാണുന്നുണ്ട് കേട്ടോ. 5 ഓഫ് സോർട്സേ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് വീണ്ടും പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി, പ്ലസ് നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരിക്കാം, കല്യാണത്തിന് വേണ്ടിയായിരിക്കാം, വീട് വയ്ക്കുന്നതിന് വേണ്ടിയായിരിക്കാം, എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന ഫീമെയിൽ ആയിട്ടുള്ള ലേഡീസ് എന്തിനു വേണ്ടിയിട്ടും ആകാം കേട്ടോ. നിങ്ങളുടെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫീമെയിൽ ആയിട്ടുള്ള ആളുകൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. മേ ബി നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടാവും. വീടുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വെയിറ്റിംഗ് എനർജി കാണുന്നുണ്ട്. 10 ഓഫ് സോർട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പക്ഷേ ഇന്ന് ആ പണം കിട്ടാൻ സാധ്യത കുറവാണ്. പണം വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പണം കിട്ടാൻ സാധ്യത കുറവാണ്. ഓക്കെ, ദെൻ 9 ഓഫ് പെൻറ്റക്കിൾസ് വീണ്ടും നമ്മുടെ ഇട്ട എഫേർട്ടിനുള്ള ഫലം, അതായത് നമ്മൾ ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്തു, അതിൻ്റെ ഫലം പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് ഈ 9 ഓഫ് പെൻറ്റക്കിൾസ്. ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇന്ന് ആ പണം കിട്ടും. ഇത് നിങ്ങൾ ചെയ്ത പണിക്കുള്ള കൂലി കിട്ടുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് പണം ധാരാളമായിട്ട് വന്ന് ചേരും. സമൃദ്ധിയുടെ ദിവസം കൂടിയാണ് ഇതെന്ന് കാണുന്നുണ്ട്. ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൽ പറയുന്നത് നിങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുള്ള പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളുടെ ഒരു ആവശ്യം നിവർത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പണം ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഓൾറെഡി കയ്യിലുണ്ടായിരുന്ന പണം ഒരാൾക്ക് കൊടുത്തിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ജോലി ചെയ്തിട്ട് കൂലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പണത്തിൻ്റെ ഡിഫറൻസസ് ഇവിടെയുണ്ട്, അത് ശ്രദ്ധിക്കണം കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾസ് വെയിറ്റിംഗ് എനർജിയാണ്, സമൃദ്ധിയുടെയാണ്. നമ്മൾ ചെയ്ത ജോലിയുടെ കൂലി നമുക്ക് കിട്ടും. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും, ചീത്ത ചെയ്താൽ ചീത്ത കിട്ടും. പെൻറ്റക്കിൾസ് ആയതുകൊണ്ട് ഇന്ന് പണം കിട്ടാൻ സാധ്യതയുണ്ട്. വീണ്ടും കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇന്ന് പെൻറ്റക്കിൾസ് കൂടുതലാണ്, ധാരാളം പണം കിട്ടും എന്ന് വീണ്ടും കാണുന്നുണ്ട്. ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കാൻ പറ്റും, ജനറസ് ആയിരിക്കും, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാവും. അതുപോലെ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കാൻ പറ്റും, അതുപോലെ ഗ്രൗണ്ടഡ് ആയിരിക്കാൻ പറ്റും, വളരെ ഹമ്പിളായിട്ടിരിക്കാൻ പറ്റും. നമ്മൾ എത്ര കൂടുതൽ അറിവും പരിജ്ഞാനവും ഒക്കെ ഉള്ളവരാണോ അത്രത്തോളം നമ്മൾ ഹമ്പിളായിരിക്കുക എന്നുള്ളതാണ്, നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്കും കൂടെ നമ്മളെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. അവരെന്തുകൊണ്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു ടൂൾ, നമ്മുടെ കയ്യിൽ എന്തോ ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ എന്താണോ അവർക്ക് ഓഫർ ചെയ്യുന്നത് അതിലൊരു കുറച്ചൊരു അയവ് കാണിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ കുറച്ചൊന്ന് ജനറസ് ആയിരിക്കുക, കുറച്ചും കൂടെ മാനുഷിക മൂല്യം കൊടുത്ത് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ പരിഗണിക്കണം എന്നുള്ളതാണ്.
സ്റ്റാർ കാർഡാണ്. പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നാണ്. നിങ്ങൾ ഇന്നൊരു ഗ്യാതറിങ്ങിൽ പോകുന്നുണ്ടായിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ മറ്റുള്ളവരെല്ലാം നിങ്ങളെ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളായിരിക്കും ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത്. നിങ്ങളുടെ എനർജി ഹൈ ആയിരിക്കും. നിങ്ങൾ പ്രകാശം പരത്തുന്ന ഒരാളായിരിക്കും. നിങ്ങളായിരിക്കും സ്റ്റാർ. അതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക, വളരെ പോസിറ്റീവായിട്ട് പ്രതീക്ഷയോടെ ഇരിക്കുക എന്നുള്ളതാണ്. സമാധാനപൂർണ്ണമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പുതിയ തുടക്കം എന്നാണ്. അതുപോലെ ഫെർട്ടിലിറ്റി എന്നാണ്. നിങ്ങളിരിക്കുന്നിടത്ത് നിറവാണ്. നിങ്ങളിരിക്കുന്നിടത്ത് ധാരാളമായിട്ട് സമൃദ്ധി വന്ന് നിറയും എന്നാണ് ഈ സ്റ്റാർ കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ ലവേഴ്സാണ്. ഇവിടെ ഒരു യൂണിയൻ്റെ കാർഡാണ്. യൂണിയൻ പ്ലസ് റീയൂണിയൻ ആണ്. ലവേഴ്സായിട്ടുള്ള ആളുകൾ തമ്മിൽ മീറ്റ് ചെയ്യാനും അവർ തമ്മിലൊരു റീയൂണിയനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ ലവേഴ്സ് കാർഡ് കാണുന്നത്. അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവർ നിങ്ങൾ തമ്മിൽ വഴക്കടിച്ചൊക്കെ മാറി നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ആ വഴക്ക് വക്കാണൊക്കെ മാറിയിട്ട് നിങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിൽ വരുന്നതായിട്ട്, നിങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുന്നതായിട്ടും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നതായിട്ടൊക്കെയാണ് ഈ ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നൊരു പുതിയ ന്യൂ ഫ്രഷ് ബിഗിനിങ് ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ പുതിയൊരു പ്രണയമൊക്കെ നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ ലവറായിരുന്ന ഒരാളെ ചിലപ്പോൾ നിങ്ങളിന്ന് മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ, പാസ്റ്റ് ലൈഫ് ലവറായിരുന്ന ഒരാളെ നിങ്ങളിന്ന് മീറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഒരു പുതിയ ആളായിരിക്കും. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും, പുതിയ ആളായിരിക്കും. പക്ഷേ ഇന്നൊരു സോൾമേറ്റ് പാസ്റ്റ് ലൈഫ് ലവറിനെ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അവരോട് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഫീല് നിങ്ങൾക്കിന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ഇത് സോൾമേറ്റ് കാർഡാണ് കേട്ടോ. ദെൻ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പെൻറ്റക്കിൾ എനർജി ഇന്ന് വളരെ കൂടുതലാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചാൽ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, പണം മാനിഫെസ്റ്റ് ചെയ്യുക, പണത്തിന് വേണ്ടിയിട്ട് ഹോപ്പനൊപ്പനോ ചൊല്ലുക, പണത്തിനെ മിസ് ചെയ്യുക, പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക, ഇഷ്ടംപോലെ പണം വന്ന് ചേരുക എന്നൊക്കെയാണ്. ഇത് പെൻറ്റക്കിൾസിൻ്റെ പേരിലായാലും ശരി, ഒരു വ്യക്തിയുടെ പേരിലായാലും നിങ്ങൾ ആരെയോ മാനിഫെസ്റ്റ് ചെയ്യുന്നു, ആരെയോ വെയിറ്റ് ചെയ്യുന്നു, അവരുടെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് ഈ പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ അതൊരു വെയിറ്റിംഗ് എനർജിയാണ്. പ്രത്യേകിച്ചും വെയിറ്റിംഗ് എന്ന് പറയുന്നത് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ വീടാവാം, കാറാവാം, പണമാകാം, ഡ്രസ്സാകാം, എന്തോ ഒരു പെൻറ്റക്കിൾ, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തോ ഒരു സാധനം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ്, മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ്. പ്ലസ് ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നെന്നും അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നെന്നും കൂടെ അർത്ഥമുണ്ട്. ബോട്ടം 10 ഓഫ് സോഡ്സ് ആണ്. ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. ഈ പറഞ്ഞ ജസ്റ്റിസിൻ്റെ കാർഡും 10 ഓഫ് സോഡും കൂടെ വരുമ്പോഴേ അവിടെ ഒരു നിങ്ങൾക്കൊരു പെയിൻഫുൾ എൻഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ പെയിൻഫുൾ എൻഡിങ്? 10 ഓഫ് സോഡ്സ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നോക്കാം. എന്തുകൊണ്ടാണ് 10 ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് 10 ഓഫ് സോഡ്സും ജസ്റ്റിസും വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് 10 ഓഫ് സോഡ്സും ജസ്റ്റിസും വന്നിരിക്കുന്നത്? മജീഷ്യനാണ് ഫസ്റ്റ് കാർഡ്. മജീഷ്യൻ, മജീഷ്യന് 9 ഓഫ് കപ്സും ആണ്. ഇവിടെ വന്നിരിക്കുന്നത് ഹീറോഫൻ്റ് ആണ്. ഇത് വീണ്ടും ഹീറോഫൻ്റ് ഡിവോഴ്സ് കേസുകളിലൊക്കെ പെട്ടിരിക്കുന്ന ആളുകൾക്ക് നീതി ലഭിക്കുന്നതാണ്. ഇത് ഹീറോഫൻ്റ് എന്ന് പറയുന്നത് മിക്കവാറും വീണ്ടും ഇത് കോടതി കേസ് എന്നൊക്കെയാണ് കേട്ടോ. നീതി നിർവഹണം നടത്തുക, നീതി നിയമം നടപ്പിലാവുക എന്നൊക്കെയാണ്. ജസ്റ്റിസ് പറയുന്നത് നീതി നടപ്പിലാവുക എന്നാണ്. 10 ഓഫ് സോഡ് എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. വളരെ പെയിൻഫുൾ ആയിട്ട് ഉള്ളൊരു സാഹചര്യത്തിൽ കൂടെ ചിലപ്പം മേ ബി ഇന്ന് കടന്നു പോകേണ്ടി വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര വേദനയിലിരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇന്ന് എൻഡപ്പായി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡായി പോകാനായിട്ട് സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ചാടിപ്പോയ 4 കാർഡുണ്ട്, അത് നോക്കട്ടെ. പീസ്ഫുൾ റെസൊല്യൂഷനാണ്. അപ്പം നമ്മൾ വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുക്കുക. നോ എന്ന് വന്നിട്ടുണ്ട്, സക്സസ് എന്ന് വന്നിട്ടുണ്ട്, ഇറ്റ്സ് അപ് ടു യു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 4 ചാടിപ്പോയതാണ്. ചിലപ്പോൾ ഇതായിരിക്കും നമുക്കുള്ള ഗൈഡൻസ് കേട്ടോ. പീസ്ഫുൾ റെസൊല്യൂഷൻ 1, നോ 2, സക്സസ് 3, ഇറ്റ്സ് അപ് ടു യു 4. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഏഞ്ചൽസ് ഗൈഡൻസ് പറയുന്നത്. മേ ബി അവരത് പറയാനായിരിക്കും ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് അത് ചാടിപ്പോയത്. ഓക്കെ, ലവേഴ്സിന് എന്താണ് ഗൈഡൻസ് നോക്കാം. എന്താണ് ഇന്നേ ദിവസം ലവേഴ്സിനുള്ള ഗൈഡൻസ്? ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ്? ലവേഴ്സ് മാത്രം കണ്ടാൽ മതി കേട്ടോ. ലവ് ഇല്ലാത്തവരെല്ലാം ഗോ ടു യുവർ ക്ലാസ്സസ്. ഓക്കെ, നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്. ഫസ്റ്റ്, ഫിനാൻസസ് ആൻഡ് കരിയർ. ഇത് നിങ്ങളുടെ ഫാമിലി ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തെ പണവും ജോലിയും ബാധിക്കുന്നുണ്ട് എന്നാണ്. അത് ചിലപ്പം നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് കൊണ്ട്
അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബേർഡൻ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഇടപെടാൻ പറ്റുന്നില്ലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ആൻഡ് സ്ട്രഗിൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ബ്രോക്കൺ ഫീലിങ്സ് ഉണ്ടാവും. നിങ്ങളുടെ ഫീലിങ്സ് ബ്രോക്കൺ ആവും. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങൾ എന്ത് സ്ട്രെസ്സിലാണ് നിൽക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അയാൾ നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിക്കുകയും നിങ്ങൾ അങ്ങോട്ട് ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അത് കരിയറിൻ്റെ കാര്യത്തിലെ സ്ട്രെസ് ആയാലും ഫിനാൻസിൻ്റെ കാര്യത്തിലുള്ള സ്ട്രെസ് ആയാലും നിങ്ങളത് കാം ഡൗൺ ആയിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനോട് കൃത്യമായിട്ട് കൺവിൻസിങ് ആയ രീതിയിൽ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇന്നേ ദിവസം ഫിനാൻസും കരിയറും മാറ്റർ ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. ഞാൻ ഇവിടെ ഒരു ലവേഴ്സിൻ്റെ കാർഡ് വന്നപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ ഇന്ന് കാണും, പാസ്റ്റ് ലൈഫ് ലവറിനെ നിങ്ങൾ ഇന്ന് കാണുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു ആളെ കാണുമ്പോൾ യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ നോക്കി. നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരാളെ നിങ്ങൾക്ക് ഇന്നേ ദിവസം കാണാൻ പറ്റും. അയ്യോ ഞാൻ ഇയാളെ അറിയുമല്ലോ, ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരാളായാലും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ലവറാണ് കേട്ടോ, നിങ്ങളുടെ സോൾമേറ്റ് ആണ് കേട്ടോ. ദെൻ ചിൽഡ്രൻ ആണ്. യുവർ ലവ് ലൈഫ് ഈസ് ബീയിങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൻ. അപ്പോൾ കുട്ടികളും കൂടിയൊക്കെ ഉൾപ്പെടുന്ന റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിൽ ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുട്ടികളൊക്കെ അഫക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. കുട്ടികളാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അഫക്റ്റഡ് ആകാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ പെരുമാറുക. ഓക്കെ, ദെൻ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ മറക്കല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.